ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗോമതി ആ കാഴ്ച കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് കേട്ടോ. തന്റെ ഭർത്താവ് ശശികലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബാലന് സഹിക്കുവോ? മാത്രമല്ല, നമ്മുടെ ഗോമതിക്ക് ചെറിയ ചെറിയ സംശയങ്ങളും അതുപോലെ തന്നെ ബാലൻ അങ്ങനെ ഓവറായിട്ട് ദേവിയോട് പോലും മിണ്ടുന്ന ഇഷ്ടമല്ല. പിന്നെയാണ് ദേവിയുടെ അമ്മ ശശികലയോട്. സഹിക്കത്തില്ലല്ലോ. നമ്മുടെ ഗോമതി ഇത് കണ്ട് വല്ലാണ്ട് അങ്ങ് ഷോക്കായി പോയിട്ടോ. അപ്പോഴൊന്നും സംസാരം നിർത്തുന്നില്ല. ബാലന് ശശികല ഭയങ്കര സംസാരമാണ്. നമ്മുടെ ശശികല ഇത് കാണുന്നുണ്ടേ. ശശികല നോക്കിയപ്പോഴത്തേക്കും ഗോമതി ഇത് നോക്കുന്നു. അപ്പം ബാലൻ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബാലേട്ട അവിടെ നിൽക്കെന്ന് പറഞ്ഞ് ബാലന്റെ കയ്യിലും കൂടെ പിടിച്ചങ്ങ് നിർത്തുകയാണ്. അയ്യോ, പിന്നെ പറയാനുണ്ടോ? നമ്മുടെ ഗോമതി ശ്വാസമെല്ലാം ഒട്ടക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബാലൻ കുറച്ചു നേരം കഴിഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ശശികല ഗോമതിനെ ഒരു നോട്ടം അങ്ങ് നോക്കിയേ. ഗോമതി അവിടെ നിന്ന് വെന്തുരുകി അങ്ങ് പോയി. ഈ സമയത്ത് പിന്നെ ഏഷ്യനെയും ഭാരയും പണിയാൻ കൂടെ രണ്ടുപേരുണ്ടല്ലോ, അലോഹിന്റെ അമ്മേ. എങ്കിലും എൻ്റെ പൊന്ന് ഗോമതി, ഞാൻ ഇത്രയും കരുതിയില്ല. കറക്റ്റ് സമയം നോക്കി അവള് കേറി സ്ഥാനം പിടിച്ചിരിക്കുകയല്ലേ. അതും എൻ്റെ ഗോമതി ചേച്ചിയുടെ സ്ഥാനം. എങ്കിലും ബാലത ഇതിനൊക്കെ കൂട്ടുനിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അയ്യോ, ഇതിപ്പം ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അവിടുന്ന് ഗോമതി ഇറങ്ങാൻ നിന്ന പോലെ ആയി പോയില്ലേ ഇപ്പം ഗോമതി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അവര് വരുന്നു, വിളിച്ച് കേറ്റുന്നു, സംസാരിക്കുന്നു. പുറത്തിങ്ങനെ, അകത്ത് എന്തൊക്കെയായിരിക്കുന്നു ദൈവത്തിനെ അറിയത്തുള്ളൂ. എനിക്ക് അങ്ങോട്ട് കണ്ടിട്ടുണ്ടല്ലോ കയ്യിലെ തൊലി അങ്ങ് ഉരിഞ്ഞങ്ങ് പോയി. എങ്കിലും ബാലന് ഇത്രക്കാരനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അലോഹ് പറയുന്നത്, അല്ലെങ്കിലും അപ്പച്ചിയോട് അയാൾക്ക് ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമുള്ള ആരെങ്കിലും ഇറങ്ങി പോകാൻ പറഞ്ഞ് പോകുന്ന വഴിക്ക് തുണിയും കൂടെ വാലിച്ചു വാരിയൊക്കെ എടുത്തിടുവോ? ഇനി മേലാൽ ഈ വീട്ടിൽ കയറണ്ട എന്നല്ലേ അതിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇത് കേട്ടപ്പോഴത്തേക്കും ഗോമതിക്ക് ഒന്നും പറയാനില്ലേ. ഗോമതി നിന്ന് കരയുവാണോ വേർക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. ഗോമതി, ഞാൻ വിട്ടുകൊടുക്കില്ല, അങ്ങനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്ത് വിട്ടുകൊടുക്കില്ല? ഇനിയിപ്പം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗോമതി, നാണമുള്ളവർ ചെയ്യുന്ന പരിപാടിയാണോ ബാലൻ ചെയ്യുന്നത്? അതുപോട്ടെ, ഇനിയിപ്പം ഗോമതി ആ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഗോമതിക്ക് എന്ത് നിലയും വിലയും ഉണ്ടാവുന്നത്? ഒരു നിലയും വിലയും ഉണ്ടാവില്ല. കാരണം വലിഞ്ഞു കയറി വന്നവളാണെന്നല്ലേ പറയത്തുള്ളൂ. ബാലൻ ഇവിടെ വന്ന് ഗോമതിനെ വിളിച്ചോണ്ട് പോകണം. അങ്ങനെ വിളിച്ചോണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ചായ വെക്കാനും അതിനും ഇതിനും ഒക്കെ അവിടെ ശശികല ഉണ്ടല്ലോ. അവൾ അത്രയ്ക്ക് വൃത്തിയും വെടുപ്പുള്ളവളൊന്നും അല്ലെന്ന് എനിക്കറിയാം. അവളെ കണ്ടറിഞ്ഞൂടെ പഞ്ചാര അടിച്ചോണ്ടാ നിൽക്കുന്നത്. ദേ പിള്ളാര് അകത്ത്, ഇവിടെ പുറത്ത് തോന്നിവാസം. എന്തൊക്കെ ഇനി കണ്ടാലാ. ഇത് കേട്ടിട്ട് നമ്മുടെ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗോമതി നേരെ അകത്ത് കയറി പോവാണ്. അകത്ത് കയറി പോയിട്ട് ഭയങ്കര കരച്ചില്. അപ്പോഴത്തേക്കാണ് നമ്മുടെ മിത്രയുടെ അമ്മ എന്താ പറ്റിയത്, എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ച് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും എന്ത് പറ്റാനാ, അമ്മായി ഇനി കൂടുതൽ പറ്റാനൊന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? നമ്മുടെ ബാലനില്ലേ, ബാലൻ അവിടെ മറ്റേ ശശികലയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് ഏതൊരു ഭാര്യയ്ക്കും കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമോ? അതുകൊണ്ട് ഇപ്പം അപ്പച്ചി കിടന്ന് കരയുന്നത്. എങ്കിലും ഞാൻ ഓർക്കുക, ഇങ്ങനെ ഒരു മനുഷ്യനെ അധപതിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് നമ്മുടെ മിത്രയുടെ അമ്മയോട് അലോഹിന്റെ അമ്മ പിന്നെ അങ്ങോട്ട് ഊതിപ്പെരിപ്പിച്ചങ്ങ് വലുതാക്കിയില്ലേ. പിന്നെ മിത്രയുടെ അമ്മ കുറച്ച് പാവമൊക്കെ ആയതുകൊണ്ട് തന്നെ പോട്ടെ ചേച്ചി, സാരമില്ല, അതിപ്പോ എന്തേലും സംസാരിച്ചായിരിക്കില്ലേ, അതിനിപ്പോ എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നത്, പോട്ടെ, ബാലേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അലോഹിന്റെ അമ്മ നോക്കി ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. ആരെ? നമ്മുടെ മിത്രയുടെ അമ്മേനെ. ഈ സമയത്താണ് ഗോമതിയുടെ അമ്മ വരുന്നത്. ഗോമതി റൂമിലേക്ക് പോയിട്ടോ. റൂമിലേക്ക് ചെന്നു. ഗോമതിയുടെ അമ്മ വന്നു. അങ്ങനെ ഗോമതി പറയാ, എനിക്ക് പറ്റുന്നില്ല അമ്മ, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം പോയി. ബാലേട്ടൻ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയാ ബാലേട്ടൻ വിളിക്കാതെ പോകുന്നത്? പൊക്കോളാൻ പറഞ്ഞതല്ലേ, പെട്ടിയും ബാഗും എല്ലാം കൂടെ എടുത്ത് വെക്കുന്ന പോലെയല്ലേ എനിക്ക് തുണിയെല്ലാം കൂടെ എൻ്റെ പുറകിൽ വലിച്ചെറിഞ്ഞ് തന്നത്. എനിക്കറിയില്ല, എൻ്റെ മക്കള് പാവം, അവരെന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ബാലേട്ടൻ എന്താ ഇങ്ങനെയെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പം പറയുന്നുണ്ട് നമ്മുടെ
ഗോമതിയുടെ അമ്മ പോട്ടെ, സാരമില്ല, നമുക്ക് നോക്കാം, ഇത് എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. ചിലപ്പോൾ അവർ 2-3 ദിവസം വന്നിട്ട് നിന്ന് പോകത്തേ ഉള്ളായിരിക്കും എന്ന് പറയുമ്പോൾ, പിന്നെ അങ്ങനെയൊന്നും അല്ല, അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ദേവിക്കും സന്തോഷമായി കാണും, അവൾക്കും സന്തോഷമാകും, അവൾക്ക് അടുക്കള ഭരണം കിട്ടിയില്ലേ, അല്ലെങ്കിലും അവൾ അടുക്കള ഭരിക്കാൻ വേണ്ടി ഇരിക്കല്ലായിരുന്നോ. അതിന് ദേവി അടുക്കള ഭരണമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ദേവി പോയേക്കുന്നതേ ഗോമതി സ്റ്റോറിലേക്കാം. ദേവി മാത്രമല്ല, അങ്ങേരും പോയിട്ടുണ്ട്. എന്നാ ഭാനുവോ? അങ്ങേരും പുറകെ പോയിട്ടുണ്ട്. ഗോമതി സ്റ്റോഴ്സും കീഴടക്കി ദേ ഇപ്പം അടുക്കള ഭരണം ശശികലയും ഏറ്റെടുത്തു. ഇനി അവിടെ ഗോമതിക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അലോഹിന്റെ അമ്മ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അകത്ത് കയറിപ്പോയ നമ്മുടെ ബാലനോട് ആര്യൻ പോയി സംസാരിക്കുകയാണ്. അച്ഛാ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എന്തിനാ ദേവിയടത്തിയുടെ അച്ഛനെ അങ്ങോട്ടേക്ക് വിട്ടത്? ആകാശിനും അത് ഇഷ്ടമല്ല. മാത്രമല്ല, അച്ഛൻ പോകേണ്ട സ്ഥാനത്തല്ലേ അവര് പോയത്. പിന്നെ അച്ഛൻ പോകാത്തത് ഓക്കെ, പക്ഷെ അച്ഛൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം തീരുമാനം എടുത്ത് നിൽക്കുന്നതായിരിക്കണം. കാരണം അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ആ ഒരു തീരുമാനം, അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണോ ഇവിടെ ഇന്ന് നടന്നതൊക്കെ? അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ കടയിലേക്ക് പോക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അല്ലെങ്കിൽ അമ്മേനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഇവിടുന്ന് ആരുടെയും കാല് പിടിക്കാനും പോണ്ട, ആരെയും കൂട്ടിക്കൊണ്ട് വരാനും പോണ്ട. ഇവിടെയേ ഗോമതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്നേ. അവളൊന്ന് കാണട്ടെ, അവൾ എന്താ വിചാരിച്ചത്? ഞാന് അവളില്ലാതെ ജീവിക്കത്തില്ലെന്നോ? ഈ ബാലന് ജീവിക്കാൻ പറ്റണമല്ലോ ഈ ബാലന്. അല്ലാതെ പിന്നെ ഈ ബാലൻ അങ്ങനെ ആരുടെ ഓച്ചാരത്തിനല്ല ഇത്രയും നാളും ജീവിച്ചത്. ഈ ബാലൻ തനിയെ അധ്വാനിച്ച് പണിയെടുത്ത് അന്തസ്സായിട്ട് അവളെ നോക്കിയത്. ഇതുവരെ ബാലൻ ഒന്നും അവളിൽ നിന്നും മറച്ചു വെച്ചോ മാറ്റി വെച്ചോ ഒന്നും ഇല്ലല്ലോ. എല്ലാം അവക്ക് വേണ്ടി, അവക്കുള്ളത്. മക്കളെ പോലും സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചു. എന്നിട്ട് അവൾ എന്താ എന്നോട് ചെയ്തത്? വിശ്വാസവഞ്ചന. അവളിനെ പറഞ്ഞു പറ്റിച്ചു. അതും എത്ര നാളായി ഇപ്പം തുടങ്ങിയിട്ട് അവള്. എന്നിട്ടിപ്പം ഞാൻ അവളെ ഇങ്ങോട്ട് സ്വീകരിക്കണം പോലും അല്ല. അവള് വലിയ ഇതായിട്ട് പിണങ്ങിപ്പോയല്ലോ. അവക്ക് അങ്ങനെ ഒരു വീടുള്ളതുകൊണ്ടല്ലേ അവള് പിണങ്ങിപ്പോയത്. അവക്ക് എല്ലാവരും ഉണ്ട്. ഇപ്പൊ എനിക്കാണല്ലോ ആരും ഇല്ലാതായത്. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയല്ല. അച്ഛൻ ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ മിത്ര വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛ, ഇതെല്ലാം ഞാൻ കാരണമല്ലേ, പ്ലീസ് അച്ഛൻ അമ്മേനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. ഇതെന്റെ ഒരു അപേക്ഷ. ദേ മിത്രേ, നിന്റെ സാഹചര്യവും കാര്യവും എനിക്ക് മനസ്സിലായി. നിനക്ക് ആ ഒരു സമയത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി. അത് വലിയ തെറ്റൊന്നുമല്ല. നിനക്ക് തെറ്റ് പറ്റാം, മനുഷ്യർക്ക് ആർക്കും തെറ്റ് പറ്റാം. പക്ഷേ ഗോമതിക്ക് പറ്റിയ തെറ്റ് ഗോമതി മനഃപൂർവ്വം വരുത്തി വെച്ചതാ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിലല്ല എനിക്ക് സങ്കടം, ഗോമതി അതെന്നോട് പറയാതിരുന്നതില് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ആര് തുടങ്ങി? ബാലനങ്ങ് തുടങ്ങി. ഇതേ സമയം കടയിൽ വലിയ യുദ്ധം നടക്കാണ്. എവിടെ? ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ഉദയഭാനു മൊത്തം ഭരണം ഏറ്റെടുത്തു കേട്ടോ. അതവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇതിങ്ങനെ വെക്കരുത്, ഇതിപ്പുറത്ത് വെക്കണം, അപ്പുറത്ത് വെക്കണം എന്നൊക്കെ പറയാണ്. മാത്രമല്ല, കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ദേവിമോളും പിന്നെ ഇയാളും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനിയിപ്പോ ആകാശം വേറെ ആരെങ്കിലും ഒക്കെ? ധർമ്മം വേണമെങ്കിൽ നിൽക്കുക, ആകാശ് വേണേ പോക്കോ, ആകാശിന്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇത്രയും പേര് പോരെ ഒരു കടയിൽ, അതും ഈ ഒരു ചെറിയ കടയിൽ, ഇത് ഈ കടയിൽ കൂടുതൽ ആള് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു. ഇത് കേട്ടതും, ഓഹോ, എന്റെ കടയിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? അതെ, വലിഞ്ഞു കയറി വന്നവരല്ല ഈ കടയിൽ ഇരിക്കേണ്ടത്. വലിഞ്ഞു കയറി വന്നതോ? ആര് വലിഞ്ഞു കയറി വന്നെന്നാ നീ പറയുന്നേ? ആകാശ്, നീ എന്നെയാണോ ഉദ്ദേശിച്ചത്? അതോ എന്റെ ദേവിമോളെയോ? നിങ്ങൾ രണ്ടുപേരെ ഉദ്ദേശിച്ചെന്ന് കൂട്ടിക്കോ. അതെ, ഇതെന്റെ അച്ഛന്റെ കട, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ കട. അത് ഞങ്ങൾക്കുള്ളതാ. അത് കണ്ടവർക്ക് വലിഞ്ഞു കയറി വരാനുള്ള സ്ഥലമൊന്നുമല്ല. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അപ്പൊ രാമേട്ടൻ പറയുക, കുഞ്ഞെ ആകാശം, നീ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്തോരെന്ന് പറഞ്ഞോണ്ടാ രാമേട്ട മിണ്ടാതിരിക്കുന്നത്? എനിക്ക് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്താ, എനിക്ക് നാക്കില്ലേ? എന്റെ അമ്മായി അച്ഛൻ ഇവിടെ വന്നൊന്ന് ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ദേവി പറഞ്ഞു, അത് മനസ്സിൽ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ആകാശ് പെരുമാറുന്നത്? അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാ പെരുമാറുന്നത്. അതിന് നിന്റെ അമ്മായിച്ചൻ രണ്ടാമത് വന്നപ്പം ഞാൻ ഈ സീറ്റ് കയറ്റി ഇരുത്തിയില്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് രണ്ടാമത് വന്നപ്പം ഇത് രണ്ടാമതാണെങ്കിലും ഒന്നാമതാണെങ്കിലും ഈ കളി ഇവിടെ നടക്കത്തില്ല, ഇന്ന് ഇറക്കി വെച്ചോണം എന്ന് പറഞ്ഞ് ആകാശം അങ്ങ് തുടങ്ങിയില്ല. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം കേട്ടോ നാളെ വരാൻ പോകുന്നത്. ഏകദേശം ഈ സീനൊക്കെ തന്നെ ഉള്ളൂ നാളെ. പിന്നെ നമ്മുടെ മീനാക്ഷി മിത്രയൊക്കെ ഗോമതിനെ കാണാൻ ശ്രമിക്കുന്ന, അതായത് വെളിയിൽ ഇറങ്ങി നിന്ന് എങ്ങനെയും ഒന്ന് കാണാൻ ശ്രമിക്കുന്ന സീനും, പിന്നെ നമ്മുടെ ശശികലയും ഉദയഭാനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അമ്മ പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തുമില്ല. കാരണം അവർക്ക് മനസ്സിലായി ഗോമതിക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശശികല ചെയ്യുന്നത് മനഃപൂർവ്വം. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ
വീഡിയോ നമ്മുടെ അലീനയുടെ കഥയാണ്. ഇതിട്ടതിന്റെ പുറകെ തന്നെ നമ്മൾ അലീനയുടെ കഥയുമായിട്ട് വരും കേട്ടോ. വളരെ ട്വിസ്റ്റുകളും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞൊരു കഥയാണ് അലീനയുടെ കഥ. കണ്ടിരിക്കാനൊക്കെ രസമാണ് കേട്ടോ. അപ്പൊ മിസ് ചെയ്ത് കളയരുതേ. ഫുൾ വിശേഷം നമ്മൾ രാവിലെ ഇടുന്നുണ്ട് അലീനയുടെ കഥയുടെ. അതുപോലെ പ്രേമ വിശേഷമാണ് വൈകിട്ട് ഇടുന്നത്. അതായത് നാളത്തെ കഥയാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. അപ്പൊ അതും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് ചെയ്യണം, കൂടെ നിങ്ങൾ ഒരു ഹൈപ്പും കൂടെ ചെയ്യണം. അപ്പൊ ടാറ്റാ, ബൈ ബൈ.